ഹായ് നമസ്തേ വെൽക്കം ടു അവർ ചാനൽ. പിന്നൊരു സുഖമൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ. എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി. ഇനി അസൈൻമെൻറ്റ്സും പിന്നെ ഇൻറ്റേൺഷിപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നലത്തെ കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് പോസ്റ്റ് അയക്കാനുണ്ടെന്നുള്ളൂ എക്സാം പേപ്പേഴ്സൊക്കെ. ബാക്കി എല്ലാം സെറ്റായി. അപ്പോൾ ഇന്ന് ഭയങ്കര സുഖം. ഇന്ന് എന്താ പറയുക, ഫുൾ റെസ്റ്റിംഗ് ഡേ ആയിരിക്കണം. ഇന്നലെ വരെ ഫുള്ള് രാവിലെ എണീറ്റാലും പഠിക്കുക, അത് കഴിഞ്ഞ് ഉച്ച വരെ എക്സാം ഉണ്ട്, എക്സാം കഴിഞ്ഞ് ഉടനെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പഠിക്കുക, അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പോൾ വെറുതെ ഇരിക്കുക, കുറച്ച് നേരം നെറ്റുവിൻ്റെ കൂടെ കളിക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ ഒരു ഹാപ്പി ഡേ ആയിരിക്കണം. പിന്നെ ആക്ച്വലി ഇതൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെയാണ്. പോലെയെന്നല്ല, ആണ്. ആക്ച്വലി ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം എൻ്റെ ഫേവറേറ്റാണ് അച്ഛൻ ഉണ്ടാക്കുന്ന ബിരിയാണി. പക്ഷേ ഞാൻ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ബിരിയാണി ഉണ്ടാക്കേണ്ട ഒരു സാധനം പോലും ഇല്ല, എല്ലാം വാങ്ങേണ്ടി വരും. പിന്നെ ഇത്രയും ഈ 4 days അടുപ്പിച്ച് അച്ഛനാണ് ദച്ചുവിനെ നോക്കിയതും. അപ്പം അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസൊക്കെ, ഹെൽത്ത് ഇഷ്യൂസ്, കാരണം വേറെ ഒന്നുമില്ല, അവളുടെ പിന്നാലെ ഓടിയിട്ടും അവളെങ്ങനെ എടുത്ത് നടക്കുമ്പോഴൊക്കെ സ്വാഭാവികമായി ബാക്ക് പെയിനും കൈവേദനയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ന് ബിരിയാണി ഒന്നും ഉണ്ടാക്കാനുള്ള ഹെൽത്തില്ല. അപ്പം പിന്നെ ശരി, നാളെ എന്തായാലും ഒരു വീഡിയോ പോവുകയും ചെയ്യണം. അപ്പം കുക്കിംഗ് വീഡിയോ പറ്റൂല. അപ്പം പിന്നെയുള്ള ഒരു ഓപ്ഷൻ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അടുപ്പിച്ച് ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുക്കുന്നത്. കുക്കിംഗ് വീഡിയോ പറ്റിയാൽ ഞാൻ എടുക്കാം. എനിക്കറിയില്ല ഇനിയിപ്പോൾ ബിരിയാണി എപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം അതുകൊണ്ടാട്ടോ. പിന്നെ ദച്ചു എണീറ്റു ഓൾറെഡി. അവൾ താഴെയുണ്ട്, ഞാനിപ്പോൾ താഴേക്ക് പോവുകയാണ്. അപ്പം നമുക്കിനി വഴിയെ കാണാം. അയ്യോ, ദച്ചുവിനെ കാണാനില്ലേ. കണ്ടേ വല്ല കഗ് നോക്കണേ. ഇവിടെ ഇങ്ങനെ കുഞ്ഞിരിക്കുക, ഇവിടെ ഒളിച്ചു കളിക്കുകയാണോ? ആണോ 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 എത്തി. ഹലോ കണ്ടേ കണ്ടേ. Legal. കുഞ്ഞു വാഴ എന്നപ്പോൾ വാങ്ങിച്ച ബ്രഷാണ്. ഇപ്പം എല്ലാം ഞാനായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലേ. അയ്യോ, കൊക്കിനെ കാണാനാണോ പോണേ? പിന്നെന്ത് കാണും അവിടെ? കാക്ക ഉണ്ടാവും അല്ലേ? പിന്നെ എന്തുണ്ടാവും? എന്തോ ഒരു വല, എന്ത് വലയാണ്? ആ, കണ്ടിട്ട് ആയോ? പിന്നെ സ്കൂള് കാണുമോ? ആ, ബൊബോനെ കാണില്ലേ? ഉറങ്ങണ ബൊബോ, പിന്നെ ഓടുന്ന ബൊബോ. പോയി കണ്ടിട്ട് വാട്ടാ. വണ്ടിയിലാണ് പോണത്. ഓ, നടന്നോന്നല്ല ഞങ്ങൾ പോണേ.
അമ്മ ഇപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങുക. അപ്പോൾ ദച്ചു അവിടെ പോയിട്ട് ടാറ്റ കൊടുക്കാൻ നിൽക്കുവാണ്. ഞാൻ ഒന്നുകൂടി പാടിക്കൊടു ആടിക്കൊട്. എന്നാലേ വാങ്ങിച്ചു തരുള്ളൂ കേട്ടോ. സ്കൂബിയുടെ ബാഗ് വേണോ? പാട് പാട്ട് പാട്. സ്കൂബിയുടെ പാട്. എന്നാ മിണ്ടില്ല. ദച്ചുവിനെ ഹൈദരാബാദ് കൊണ്ടുപോകുന്നുണ്ട്. എന്നാ പാട് പാട്. അയ്യോ നാന വന്നു, ഞങ്ങൾക്ക് നാന വന്നു. പാട്. പാടി കഴിഞ്ഞാൽ കൊണ്ടുപോകും ഞാൻ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ല. ഇവിടെ നിർത്തിയിട്ട് പോകൂട്ടാ. പാട്ട് പാടിയേ. പാട്ട് പാട്. സ്കൂബിയുടെയും ചങ്ങായി പാട്ട് പാടിയേ. പാട് കണ്ണാ. എന്നാ ഞാൻ പോണു, നീ ഇവിടെ നിന്നോട്ടാ. അപ്പൂപ്പയുടെയും അമ്മൂമ്മയുടെയും കൂടെ നിന്നോട്ടാ. അമ്മ ഹൈദരാബാദ് പോവും. അന്ന് പാട്ട് പാടണം. ഉറക്കെ പാടും. അങ്ങനെയാ പാട്ട് പാടുന്നത്. ഇതിപ്പോ എന്തോ സംസാരിക്കണ പോലെയാണല്ലോ ഉള്ളത്. മര്യാദയ്ക്ക് പാട്ട് പാടണം. ദച്ചുവിന് പാട്ട് പാടാൻ അറിഞ്ഞിട്ടും ദച്ചു പാട്ട് പാടാത്തത്. അതുകൊണ്ട് ദച്ചുവിനെ ഹൈദരാബാദ് കൊണ്ടുപോകില്ല. മര്യാദയ്ക്ക് പാടുന്ന സാധാരണ പാടാറുള്ള പോലെ. അപ്പോൾ ഇതാ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഷോർട്സൊക്കെ എടുക്കണം. അതിന് വേണ്ടി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് റെഡി ആവണം. അതാണ് ഇതിൻ്റെ അടുത്ത പ്ലാൻ. ദച്ചു ഉണ്ട് അവിടെ തന്നെ, കാണിച്ചിടാം. ഉറക്കമൊക്കെ വരുന്നുണ്ട്, എന്നാലും ഞങ്ങൾ ഉറങ്ങില്ല. അതാണ് ഞങ്ങൾ ഇങ്ങനെ കിടക്കുക അല്ലേ. കയ്യിലെന്താ കണ്ണ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന? തടി 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 തടി. അപ്പോൾ ഞാൻ ഷോർട്സിന് വേണ്ടി റെഡിയായി. ഇനിയിപ്പോൾ ഷോർട്സ് എടുക്കണം. പക്ഷെ ഫോൺ രണ്ടാമത്തെ ഫോൺ അവൈലബിൾ അല്ല തൽക്കാലത്തിന്. ഈ ഫോണിൽ തന്നെ മറ്റേ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് നോക്കണം. പിന്നെ ഷോർട്സൊക്കെ എടുത്തിട്ട് കാണാം. അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ എടുത്തു. കുറച്ചെന്ന് വെച്ചാൽ 3-4 എടുത്തു, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക്. കോസ്റ്റ്യൂം ഞാൻ ഒരെണ്ണം കൂടി ചേഞ്ച് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പം ഇനിയിപ്പോൾ എന്താ, എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയില്ല പോകാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റി സാധാരണ നോർമൽ ഡ്രസ്സിലേക്കാട്ടോ. എന്തോ ചൂട്, ഭയങ്കര ചൂടായിപ്പോയി. ഒന്നാമത് ഒരു ചെറിയ ഡാൻസ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിനെ കൊണ്ട് പറ്റുന്ന രീതിക്ക്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ വിറത്തുപോയി, ചൂടെടുത്തിട്ട് പോയി. പിന്നെ ഇപ്പോൾ കുറച്ച് ഫാനിൻ്റെ അടിയിൽ തന്നെ നിന്ന് നല്ല ആശ്വാസം കിട്ടുള്ളൂ. എവിടെയാണ് പോണേ? ബൈക്കിലാണോ പോണേ? ആണോ? പാർലറിലേക്കാണോ പോണേ? അപ്പം ഞങ്ങൾ പാർലറിൽ പോയിട്ട് വന്നു. അച്ഛൻ ഉണ്ടാക്കിയതിന് അതുകൊണ്ട് പെട്ടെന്ന് ഒന്നുകൂടെ അടുത്തുള്ളത് തന്നെയാണ്. ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് പോകാറുള്ള പാർലർ തന്നെയായിരുന്നു. അപ്പോൾ ഇനിയിപ്പം കുറച്ച് എടുത്ത ഷോർട്സൊക്കെ ഒന്ന് ഇപ്പം തന്നെ അങ്ങ് എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. അതിന് ശേഷം ഞാൻ ദച്ചുവിന് കൊടുക്കുകയായിരുന്നു ഫുഡ്. ഇച്ചിരിയേ കഴിച്ചോളൂ, എന്നാലും കുറച്ചെങ്കിലും കഴിച്ചോളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനും കഴിക്കാനിരുന്നു. കിളിമീൻ കറിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറക്കമായി. ഇനിയിപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാനും വിചാരിക്കുക കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഇനിയിപ്പോൾ എണീറ്റിട്ട് കാണാം. അപ്പോൾ ഇനി ഈ കാണുന്ന ഡ്രസ്സ് മൊത്തം മര്യാദയ്ക്ക് മടക്കി ബാഗിൻ്റെ ഉള്ളിൽ കയറ്റണം. നാളെ ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. പാലക്കാടാണ് ഞങ്ങളുടെ നാട്. എൻ്റെയും അമ്മയുടെയും ഒക്കെ വീട് പാലക്കാട് തന്നെയാണ്. അവിടെയാണ് റിലേറ്റീവ്സും എല്ലാവരും. അപ്പോൾ നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് കിഴിലത്തേക്കും. ഇതൊക്കെ ഇനി പാക്ക് ചെയ്ത് വെക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി.
നാളത്തെ മീൻസ് പാലക്കാട് നിന്നുള്ള വ്ളോഗെല്ലാം വേറെ ഒരു വ്ളോഗായിട്ടാണ് വരാൻ പോണേ. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് പാക്കൊക്കെ ചെയ്തതിന് ശേഷം ദച്ചുവിന് വൈകുന്നേരത്തെ ഇത് മുട്ടയാണ് അവൾ കഴിക്കുന്നത്. അപ്പം അത് കൊടുക്കുക അവൾ തന്നെ കഴിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അതേ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ അതേ ഞാൻ ഫ്രഷായി, സന്ധ്യയായി, വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പം ഡിന്നർ, പിന്നെ കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെയുള്ളൂ പണി. അപ്പം ഞാൻ അതൊന്നും എടുക്കുന്നില്ല. സാധാരണ അതൊക്കെ കാണാറുണ്ടല്ലോ, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. ഇനിയിപ്പോൾ നാളെ എണീറ്റിട്ട് പാലക്കാട് പോകണം. അപ്പം അത് വേറൊരു വ്ളോഗായിട്ട് കാണും. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ഒക്കെ കാണുന്നത് വരെ ബൈ.